മുഴുവൻ സർവീസും സാധാരണ നിലയിലായതായി അറിയിച്ച് എമിറേറ്റ്സ് എയർലൈൻസ്. യാത്രക്കാർക്കായി എമിറേറ്റ്സ് എയർലൈൻസ് തുറന്ന കത്ത് പുറത്തുവിട്ടു. കടന്നുപോയത് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ആഴ്ചയിലൂടെയാണെന്നും വന്നുപോയ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ക്ഷമ ചോദിക്കുന്നുവെന്നും പ്രസിഡന്റ് ടീം പാർക്ക് പറഞ്ഞു. ദുബായ് വഴിയുള്ള കണക്ഷൻ വിമാന സർവീസുകളുടെ ചെക്ക്-ഇൻ എമിറേറ്റ്സ് എയർലൈൻസ് കഴിഞ്ഞ ദിവസം നിർത്തിവച്ചിരുന്നു. ഏപ്രിൽ 19 രാത്രി 12 മണിവരെയാണ് ചെക്ക്-ഇൻ നിർത്തിവച്ചത്. അതേസമയം എയർ ഇന്ത്യ ദുബൈയും സർവീസ് നിർത്തിവച്ചിരുന്നു. ക്യാൻസൽ ചെയ്ത ടിക്കറ്റുകൾക്ക് റീഫണ്ട് നൽകുമെന്നാണ് അറിയിപ്പ്. ഏപ്രിൽ 21 വരെ ബുക്ക് ചെയ്ത ടിക്കറ്റുകൾ മാറ്റിയെടുക്കുവാൻ സാധിക്കും. ഇന്ത്യൻ പൗരന്മാർക്കായി എംബസി പ്രത്യേക നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരുന്നു. നിലവിലെ സാഹചര്യങ്ങൾ പരിഗണിച്ച് സ്ഥിതിഗതികൾ സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തുന്നതുവരെ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള യാത്ര ദുബായ് വഴിയും ട്രാൻസിറ്റ് യാത്രകൾ വളരെ അത്യാവശ്യമല്ലെങ്കിൽ മാറ്റിവെക്കണമെന്നാണ് പ്രധാന നിർദ്ദേശം. ഈ ആഴ്ചയിലെ അസാധാരണ കാലാവസ്ഥാ സാഹചര്യത്തിൽ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം സർവീസുകളുടെ എണ്ണം കുറച്ചിരിക്കുകയാണ്. എല്ലാം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ UAE അധികൃതർ മുഴുവൻ സമയം പരിശ്രമിക്കുമ്പോൾ തന്നെ ഇത്തരമൊരു സാഹചര്യം മുൻപ് ഉണ്ടായിട്ടില്ലാത്തതാണെന്നും വിമാനം ഏത് ദിവസം ഏത് സമയം പുറപ്പെടണമെന്നും ബന്ധപ്പെട്ട വിമാന കമ്പനിയിൽ നിന്ന് അന്തിമ അറിയിപ്പ് കിട്ടുന്നതുവരെ വിമാനത്താവളത്തേക്ക് യാത്ര ചെയ്യരുതെന്നും വിമാനത്താവള അധികൃതർ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ദുബായ് വഴിയുള്ള ട്രാൻസിറ്റ് യാത്രകളും ദുബായിലേക്ക് നേരിട്ടുള്ള യാത്രകളും തൽക്കാലത്തേക്ക് ഒഴിവാക്കണമെന്ന് നിർദ്ദേശം നൽകുന്നതായി ഇന്ത്യൻ എംബസി പുറത്തുവിട്ട അറിയിപ്പിൽ പറയുന്നു. ദുബായ് വിമാനത്താവളത്തിൽ ഇന്ത്യൻ പൗരന്മാർക്കായി സഹായം നൽകാനായി അവിടുത്തെ കോൺസുലേറ്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ഹെൽപ്പ് ലൈൻ നമ്പറുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം. Be a Rajakumari. Rajakumari Gold and Diamonds. The trust of Travancore. Rajakumari.